അപ്പൊ അമ്മ ഒറ്റക്കാണ്. ഇവിടെ ആണെങ്കിൽ ആകെ പേടിയാണ്, ഫുള്ള് കാടാണ്, കണ്ടാൽ തന്നെ അറിയും. നല്ല മീനാ, നല്ല മത്തിയില്ല പഞ്ഞില്ല മീൻ, നല്ല രസമുള്ള മത്തിയാണ്. തറവാട് വരെ പോയാൽ എന്താ ഗൈസ്, നല്ലൊരു പെര നമുക്ക് ഇനിയും വരും. മോണ്ടാ വാടക പെരീന്ന് വരുമ്പോത്തിന് ഈ കൊലവിടെ പൈക്കും. അത് തിന്നാങ്ങൾ ഉണ്ടാവൂല ഇവിടെ. അസ്സലാമലൈക്കും. അതൊന്ന് കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ട്. ആരൊക്കെന്ന് വെച്ചാല് അവിടെ അന്തം വിട്ട് കുന്തം മുങ്ങിക്ക നിക്കാണ് ഇമ്മമ്മയും മുന്നിയും മോട്ടനും. എന്താ വണ്ടിമ ഇരുന്നിട്ട് വണ്ടിമ ഇറങ്ങാത്ത? ഇന്നെന്തിനാ? ഓരോ പരിപാടിയാണ്. കൊറേല്ല കുട്ടിക്ക് വെച്ച ഇവിടുന്ന ഇന്ന് കയറ്റാൻ വന്നതാ. വരാ കുട്ടീനെ പിടിച്ചൂലേ? കുട്ടിക്ക് വയ്യ, പനിയാണ്. എത്തമ്മ ഉണ്ടാക്കണേ? ഞാൻ വെറുതെ പറഞ്ഞ പനിയാണ്, ഒന്നുമില്ല. പനിയായിട്ട് മരുന്നിനൊക്കെ പോയി വന്ന്. അപ്പൊ ഞാൻ വീഡിയോ ലോഡ് ആയിട്ടാ പൂമോളോടെ പോവാൻ നിക്കേനി. അപ്പൊ ഓൻ കൊണ്ടുപോവാറിന് ചീത്ത അറിയുമ്പോ അപ്പൊ എന്നാ പോവുക. എന്നാ കുട്ടീനെ ഇറക്കട്ടെ എന്നാട്ടോ. അവിടെയാണ്, അവിടെയാണ്. വണ്ടി ആകെ മോഡിഫിക്കേഷൻ ചെയ്തു നമ്മളെ വണ്ടി. എടാ ആന്റിലൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞും കൊണ്ടാണല്ലോ. അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ വിചാരിച്ച ഇങ്ങോട്ട് വന്നാണ് വീഡിയോ എടുക്കാന്. അങ്ങനെ ഇപ്പൊ നമ്മളെ തറവാട് പെരിയിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണ പറഞ്ഞ് കൊടുക്കണ്. അപ്പൊ ഇവിടെ എത്തിക്കണ്. ആകെ കാട് മൂടി, ആൾ താമസം ഇല്ലാത്തോണ്ട് തന്നെ മൊത്തത്തില് കാടായി. നിങ്ങളിപ്പ എങ്ങട്ടാ ചൂലെടുത്ത്? നമ്മളെ കുട്ടിക്ക് പനിയാണ് കേട്ടോ. പനിയാ. മാക്സി ആണല്ലേ? കുട്ടീനെ കൊണ്ടാ രണ്ട് പരിപാടി ആക്കിക്കോ. ബാ മോട്ടനാണ് കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചണേ. അപ്പൊ എന്താന്നറിയില്ല, എന്തൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മമ്മ ഇവിടെ വന്നിട്ട് മിസ് ചെയ്യണില്ലേ പേരാ? കറണ്ടിന്റെ ബൾബൊക്കെ ഇവിടുന്ന് ഊരിക്കൊണ്ടിരിക്കണോണ്ട് കാണാൻ വെക്കില്ല. അപ്പൊ നമ്മളെ തറവാട് പേരാകെ മണ്ണും ചള്ളിയൊക്കെ പിടിച്ച് കിടക്കട്ടോ. ഞങ്ങളെ റൂമ്, പിന്നെ അമ്മായിന്റെ റൂമായി, ഉമ്മമാന്റെ റൂമ്, അടുക്കള. വല്ല പാമ്പൊക്കെ ഉണ്ടാവോ? ആൾ താമസം ഇല്ലാത്തല്ലേ, അപ്പൊ മൊത്തത്തില് പണിയിട്ടു. ലൈറ്റൊക്കെ ഇട്ടിച്ച് പോയിക്ക. അല്ലല്ല വിഷുവിന്റെ ഓഫ് ആയിക്കണിയേ. മമ്മ ചേമ്പല്ലത് അല്ലേ? അത് കളിച്ചാണ്ടാവൂലേ? ആയിട്ടില്ല. ഇതൊക്കെ തുകന്റലിയാണ്. പാമ്പുണ്ടാവും. മൊത്തം പച്ചപ്പായിക്കണ്. ഉപ്പേരി വെക്കുമ്പോ തുകന്റല അത്രക്കുണ്ട് ഇവിടെ. ഞാൻ തിന്നിട്ടില്ല. നോക്കാൻ പറഞ്ഞേ അനക്ക് കിട്ടിയതൊന്നും പോരെ. ഇപ്പൊ നാലല്ലേ വണ്ടി കുത്തിയത്? ആക്സിലേറ്റർ മുന്നിക്കാണ്ട് പോയിങ്ങാണ്ട് ജല വണ്ടി. അത് പോരെ, അത് നേരാക്കിയ വണ്ടി. ഈ വണ്ടിന്റെ മുന്നേ പോളൊക്കെ ഇളകി പോന്നീനി. ഒന്നുമില്ല, ഉണ്ട്, നല്ലോ ഇളകീനി.
മഴക്കാലല്ലേ. റോഡിൽ കൂടെ പോണ വണ്ടി വീഡിയോസും കാര്യൊക്കെ എടുത്തോണ്ട് നിക്കാണ്. എന്താ കൊറേ നേരം ഇവിടെ നിക്കലിറങ്ങിട്ടോ. ഇനി പെരി പോയിട്ടാണ് കുട്ടിക്ക് തിന്നാനൊക്കെ കൊടുക്കാന്. നമ്മളെ വാഴക്കോല ഇവിടെ കൊലച്ചിക്കണ്, അത്യാവശ്യം വലുപ്പായി. മോണ്ടാ വാടക പെരിന്ന് വരുമ്പോത്തിന് ഈ കൊല ഇവിടെ പൈക്കും. അത് തിന്നാങ്ങൾ ഉണ്ടാവൂല ഇവിടെ. അപ്പൊ വാടക പെര ഇപ്പൊ നേരം ഒജന്റെ വരും മിക്കവാറും. മുരിങ്ങയിലൊക്കെ ഉണ്ട്. എന്റെ സൗണ്ട് കേക്കുണ്ടോ? ആണോ? അങ്ങനെ ഇപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് പോകാൻ നിക്കാണ്. താക്കോല് വെക്കണ സ്ഥലം ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ ഓലൊക്കെ വണ്ടി എടുത്തിട്ട് പോവല്ലേ? ഞങ്ങൾ എങ്ങനെ എടുക്കും? ഞങ്ങൾക്ക് കണ്ണുമൊക്കൊന്നുമില്ല. എന്താ എനിക്ക് പറയല്ലേ? തറവാട് വരെ പോയിന്. തറവാട് വരെ പോയാൽ എന്താ ഗൈസ്, നല്ലൊരു പെര നമുക്ക് ഇനിയും വരും. പെരപ്പണി നടത്താൻ ഉദ്ദേശം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പെരപ്പണി നടത്താൻ ഉദ്ദേശമല്ല, സസ്പെൻസ് ആണ്. ഒക്കെ സർപ്രൈസ് ആണ് കേട്ടോ. അത് കാട്ടി കൊടുക്കണ്ട. ഒരു വീഡിയോയില് ഞങ്ങള് പണ്ടേ ചാവി അവിടെ വെക്കണ സ്ഥലം കാട്ടി കൊടുത്തീനി. ഞങ്ങള് കണ്ടില്ല, ബാക്കിയുള്ളവര് കണ്ടു. തറവാടത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഇവിടുത്തെ തറവാടൊക്കെ നിക്കണേ. വാടക പെരിക്ക് ഉമ്മമാരെ ഇവിടെ എന്താ പണി വെച്ചാല് ഉമ്മ വെള്ളം വെച്ചിരിക്കുന്ന ചോറിലില്ല. കാരണം ഇവിടെ അമ്മായി ഇല്ല, അന്നും ഇല്ല. ഓല് അത്യാവശ്യമായിട്ട് ഭാഗമായിട്ട് പോയതാണ്. അപ്പൊ ഉമ്മ വെള്ളമൊക്കെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മമാക്കില്ല അരിയിടേനി. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ഞമ്മക്ക് എല്ലാവർക്കും ചോറ് തിന്നിട്ട് പോകാറുണ്ട്. തിന്നാൻ വന്നല്ലേ തിന്നിട്ട് പോകാറുണ്ട്. അപ്പൊ ഞാൻ എന്തേലൊക്കെ ശരി തുടച്ചൊക്കെ കൊടുക്കട്ടെ. പക്ഷെ ഉമ്മ ഇവിടെ മീൻ നന്നാക്കാം. ഞങ്ങള് വന്നപ്പോ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടോ. നല്ല മീനാ, നല്ല മത്തിയില്ല പഞ്ഞില്ല മീൻ. നല്ല രസമുള്ള മത്തിയാണ്. എന്നാലും ഞങ്ങൾ ഇടക്കിരുന്ന് കൊടുന്നേ 1 കിലോന്റെ വാങ്ങിയോളൂ. മീൻ തിന്നപ്പോ 2 കിലോ വാങ്ങിയോ. നല്ല രസമുണ്ട്. ഇതിപ്പോ മീൻ കണ്ടപ്പോ ഞങ്ങൾ 2 ആളേ ഉള്ളൂ. മീൻ ഏതായാലും പത്തല് 50 ഉറുപ്പ്യക്ക് വാരിയോ മാണ്ട പൊന്ന് മന്തി വെറുതെ ഇല്ലെങ്കിലും നന്നാക്കണ്ട. അത്രയും നുള്ളി പൊറുക്കി പണിയാണ്. കൊറേ ആൾക്കാർ ഇങ്ങളെയും കൊണ്ട് പണി എടുപ്പിച്ചണ്ട അറിയണ്ടേനി. വേക്കണോടത്തോളം കാലം എടുക്കല്ലേ. നിശ്ചയിക്കണ പണിയായിരിക്കും. ഇങ്ങനെ കുട്ടികളോട് പൂതം മുടിച്ചാൽ അറിയില്ല. അത് നമ്മളാർക്കറിയില്ല. നമ്മള് നിക്ക് ഇപ്പൊ രാവിലെ പിന്നെ ബീച്ചുകാരെ ഞാൻ ചെന്ന് നോക്കുമ്പോ ഇരിക്കണുണ്ട്. വീണോ? അതിന് വീണ് കിടക്കണം. അപ്പൊ പനിച്ചിട്ട് നല്ല പനിയാണല്ലേ. പിച്ചിയും പൈ പറയാ എന്തൊക്കെ പറയുന്നത്. ഒന്ന് ചായക്ക് കൂട്ടാൻ കത്തിക്കുന്നത് സമാധാനല്ല. എന്താ കാറ്റ്. ഞാൻ അടിച്ചടി തോത്തിയാലോ ഇവിടെ ഒന്ന് വേണ്ടേ? ഇതിപ്പോ മാറേണ്ട പണിക്കാണ്. അടിച്ചു തോട്ടിലാണ് അടിച്ചൊരു കാണും. തോട്ടിലെ കാണും. മീന് കറി വെക്കുക. മീൻ 2 കറി വെക്കാൻ പറ്റിയ നമുക്ക് പൊരിച്ചു. നല്ല പഞ്ഞാലേ. നല്ല പഞ്ഞി, ഒറ്റ ഒന്നില്ലാതെ പഞ്ഞുണ്ട്. ഇപ്പൊ റോളിംഗ് ആയിട്ട് മീന് നല്ലതൊന്നല്ല. പക്ഷെ ഈ മത്തി നല്ല രസമുണ്ട്. ചീഞ്ഞതായിട്ടാണോ? നല്ല രസമുണ്ട്. അല്ലെങ്കിൽ നാടൻ മത്തി നല്ല അടിപൊളി മത്തി നല്ല ഇടയ്ക്കിട്ട് വാങ്ങിക്കൊടുക്കുന്നത്. കണ്ട ജീവുണ്ട് പോകണം. എന്തിനു നല്ല മത്തി നല്ല രസം. കൊറേ ആയില്ല ഇങ്ങനത്തെ മത്തി നമുക്ക് കിട്ടിയിട്ട്. മഴക്കാലത്താണ് വരിക. ഇത് വരായില്ല. ഇത് വലുതാകാതെ വൈകില്ല അവര് പിടിച്ചിട്ടേ. ആര്? കുട്ടികളുണ്ടല്ലോ അവിടെ. രാവിലെ ഇപ്പൊ സ്കൂൾക്ക് അവിടേക്ക് വന്നതാ. അപ്പൊ നമ്മള് വെള്ളം ഇവിടെ കിടന്ന് തിളക്കട്ടെ. അമ്മായി പോയപ്പോ ഈ അടുക്കള ഭാഗത്തെ വാതില് പൂട്ടി പോയിക്കണം. ഇപ്പൊ ഇതിന്റെ ചാവി എവിടെയെന്ന് അറിയില്ല. അത് വിളിച്ചിട്ട് എടുക്കില്ല അമ്മായിയെ. വിളിച്ചിട്ട് എടുക്കണില്ല. മമ്മ അവിടെ ഇന്നലെ 4 മണി 5 മണിയാകുമ്പോ അവിടെ വരും. നേരം വെളുത്തിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ വരും. നേരം വെളുത്തിട്ട് ഇങ്ങോട്ട് വരും. അതവിടെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ഓനെ ഞാൻ കൂട്ടന്മാരെടുത്ത് പോകുക ഞാൻ കാരണം. നിങ്ങൾക്ക് ഒറ്റ നിൽക്കാൻ പേടില്ല ഇവിടെ? അതല്ല ഇവിടെ നിൽക്കാത്ത. എന്താ നിങ്ങള് പോകാൻ പോയില്ലേ? ഞങ്ങള് വന്നിട്ടില്ല. ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ടേ?
ഓപ്പൊ പോയി. നിങ്ങൾ അറിഞ്ഞിട്ടില്ല മോട്ട് പോയത്? ആ ആ ഓ ഞങ്ങൾ ഇവിടെ വന്നപ്പോ അവിടെ ഇറങ്ങി പോണ്ട്. കുറച്ചേരം ഞങ്ങളവിടെ വർത്താനം പറഞ്ഞു. അത് കേറാൻ നേരം വെക്ക്. ഞാനേ ഇന്ന് മീൻ നന്നാക്കാം. ഞാൻ ടീച്ചറൊക്കെ കത്തിച്ചാണ്ട് വെള്ളമെടുപ്പത്തിട്ടാണ് ജോനന്മാനെ വിളിച്ചാൽ കാപ്പരുടെ ചോദിച്ചൊക്കെ അറിയാണ്ട് ഞാൻ മീൻ നന്നാക്കായിരുന്നു. പിന്നെ അവൻ പോയതൊന്നും ഞാനറിയില്ല. എന്നാ പോയിക്കണ്. നിങ്ങള് മോണ്ട ചെറുക്കല്ലേ മോണ്ട അവിടെ ഉണ്ടാവില്ലേ? ഇന്നലെ വയമാർക്ക് പോകണപ്പോ ഞാൻ കൊണ്ടാക്കാൻ വന്നപ്പോ വായിലടക്കാൻ പോയി. ഇന്നിപ്പോ വന്നപ്പോ വായിലടക്കാൻ ഇന്നലെ പോയപ്പോ വായിൽ പൂട്ടി പോയിട്ടോ. ഇന്നിപ്പോ രാവിലെ വായിലടക്കാതെ പോകുന്നു തന്നെ. ഈ ആണുങ്ങൾ അങ്ങനെ വാതിലടക്കൊന്നുമില്ല. പണിയൊക്കെ ഏകദേശം തീരാനായി. ഇവിടെ മീൻകറിയായി. ആ മീൻകറി വെച്ച് മത്തി പൊരിച്ചിട്ട് തന്നെ ഇവിടെ പണിയൊക്കെ ഏകദേശം തീരാനായി. ചോറവിടെ വാർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി വേറെ രണ്ടിട്ട് തിന്നുകാണ്ട് പോവുക. രമ്മ വേറെ രണ്ടിട്ട് തിന്ന് പോട്ടെ. ഇനി ഓല് സ്കൂൾക്ക് പോയി. ഇതെന്താ കുട്ടീനടുത്ത് വരുന്നാതിരി വരുന്നു? എക്സസൈസ് ചെയ്യണ സാധനം ആരോ കൊന്നിട്ടേ ഞങ്ങൾക്ക് തന്നെ ഒരു പൊട്ട് തിന്നാല്ലതാ. ആണോ? എക്സസൈസ് കുട്ടി കുട്ടി പൊറിച്ചോ പൂരി സാധനത്തെയോ തിന്നാൻ പറ്റൂടാ? മമ്മ എന്തോ ഒരു സാധനത്തിന് അവിടെ കൊണ്ടുപോയി കടത്തിക്കണം. എന്താണാവോ ഇവിടെ നോക്കി കടക്കിയില്? വലിയൊരു സാധനമാണ്. ആരോ കൊടുന്ന് സമയം അറിയണ്ട അളകുണ്ട്. തൊട്ടോക്കി തൊട്ടോക്കി മാമ പേടി. എക്സസൈസ് എക്സസൈസ് ആണ് സാധനം. കുന്താണ് പേടിച്ച് പറിച്ച് റബ്ബ് ചെയ്താൽ തുമ്മലാണ്. ദൈവമായിട്ടനെ കാണാൻ എന്താന്ന് എന്താ പറയുമോട്ട കാണപ്പേ എന്റെ തടി ഉറക്കാല എന്തേലും സാധനം എനിക്ക് പാ പിരാന്തല്ലേ. അതിപ്പോ യുദ്ധല്ലേ ഇവിടെ നടക്കണേ? എവിടെ? ഇന്ത്യന്റെ ഇവിടെ അടിയിൽ നടക്കണേ. അപ്പൊ അതിനുള്ള വടിവാണ്. സമന വേ മാന്തി പൊളിച്ചാ എന്തൊക്കാന് ഇവിടെ തന്നെ ജിംനാസ്റ്റിയ തുടങ്ങാനുള്ള പരിപാടിയല്ലേ? മൂട്ടച്ച് എന്താവാൻ എനിക്ക് ഉദ്ദേശം? എല്ലും ഉറുമ്പി എല്ലും കൊട്ട അസ്ഥി കൂടെ കൊട്ടിക്കാൻ എന്റെ ഭാവം. ഇന്നലെ ഓർഡർ ചെയ്ത സാധനം അപ്പൊ ഇത് ഇപ്പൊ പരിപാടി തുടങ്ങണ്ടോ പെരിയില്? ഞാൻ ഇവിടെ ജിമ്മ് അതായത് മുന്നേക്കും അനൂനും എല്ലാവർക്കും ഇവിടെ ജിമ്മിന്റെ ട്രെയിനിങ് മാസം 5000 എന്നാ ആയിക്കോട്ടെ. ചെറിയപ്പോ ആവുമ്പോ ഒരു മാസം ഒരു 6000. കുന്മാ പോയി തല്ലോ തടി ഉറങ്ങിക്കണേ. ഇപ്പൊ നീച്ചാ വെച്ചാ മേലും കജ്ജും വേദന. കുന്മാന് തടി ഇളക്കിട്ടേ ഇതെവിടെ വെക്കാനാ പ്ലാൻ? ഇത് എന്താ സംഭവം? കട്ട പൊന്തിച്ച ഇതത്ര വലിയ കാണൊന്നുമില്ല. പള്ളിക്കുയ്യാ അത് മേപ്പിട്ട് ഇങ്ങനെ പൊന്തിച്ചാനാടാ? എന്താന്ന് അറിയില്ല. ഇത് നോക്കിയൊക്കെ അയച്ചിട്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നോക്കണം. അതാ മേപ്പിട്ട് പൊന്തിച്ചണ കട്ടെ? അതാണ്. പക്ഷെ ഇത് 2 കിലോനൊക്കെ ഉണ്ടോ? ഇത് 2 കിലോനൊക്കെ ഉണ്ടോ? മൊത്തം എത്ര കിലോനാ? അപ്പൊ 2, 4, 6 ഇത് 2.5 കിലോന് പറയുന്നു. അങ്ങനെ ഒരു 4 ഐറ്റം കട്ടുണ്ടല്ലേ? ഒക്കെപ്പാടെ മേപ്പിട്ട് പൊന്തിച്ചേണ്ടി വരും അല്ലേ? കടന്നുങ്ങാണ്ട് അല്ലേ സംഭവം? കയ്യിനുള്ള വർക്കൗട്ടാണ്. രാവിലെ നീച്ചോന്ന്
രാവിലെ നീച്ചോ നടന്നാ മതി. നല്ല കാണുന്നുണ്ടല്ലേ. ഞാൻ മോട്ട പൈസയും കൊടുത്ത് കജ്ജും കാലൊക്കെ ഓടിച്ചു. പോണ ആൾക്കാർക്ക് എന്തുണ്ടാവില്ലല്ലോ ഒട്ടത്തിയെ. പട്ടിണി അറിഞ്ഞാ മതി, എന്നാ തടിയൊക്കെ താനെ കുറയും. ഒക്കെപ്പാട് കുടിച്ചെടുത്തപ്പോ ഇങ്ങനെയായി. ഇനി രാവിലെ എത്ര വട്ടാക്കും? 9? ആ. അപ്പൊ അനക്കില്ല കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിട്ട് നല്ല മത്തിപ്പൊലിയൊക്കെ റെഡി ആയിക്കണ് അല്ലേ മാമ? ചോറ് തിന്നാതെ പോണ്ടാന്ന്. അപ്പൊ ഞങ്ങൾ ചോറ് തിന്നട്ടല്ലേ? അപ്പൊ ഞമ്മള് പോകാണ് അല്ലേ? പോയിട്ടാ തോന്നാ? ഞാൻ എങ്ങോട്ടേലൊക്കെ നോക്കട്ടെ. തറവാട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് കടന്നൊക്കെ ഉറങ്ങി നീച്ച് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴാണ് ഉമ്മമ്മ അവിടെ പെരയിൽ ഒറ്റക്കല്ലേ, ഞാനും അമ്മായിയൊന്നും ഇല്ലല്ലോ. മോട്ടനാണെങ്കിൽ ഇങ്ങോട്ടോ പോയിക്കണം അത്യാവശ്യമായിട്ട്. അപ്പൊ അത്യാവശ്യം നേരെ അയക്കണം, വൈകുന്നേരം അയക്കണേ. അപ്പൊ ഉമ്മമ്മക്ക് അവിടെ ഒറ്റക്ക് നിക്കാൻ പേടിയാണ്. അപ്പൊ സീനുവാണെങ്കിൽ പന്തളിച്ചാൻ പോയിക്കണ്, മോട്ടന് വയ്ക്കില്ല. അപ്പൊ ഞാൻ ഏതായാലും ഉമ്മമാനെ അന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. അവിടെ പീപ്പിൾസ്ക്ക് കൊണ്ടുവരാൻ. രാത്രി ഉമ്മമ്മ അവിടെ ഒറ്റക്ക് നിൽക്കൂല, മോട്ടം അന്തിക്കൊക്കെ വരിക. അപ്പോ ഞാൻ മമ്മനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇവലിപ്പോ രണ്ടാളും ഇവിടെ ഉണ്ട്, ചായ കുടിച്ച് നിക്കണ്ട്. നിങ്ങള് പറ്റൂലല്ലേ? കരിയാണില്ലേ? അപ്പൊ ഞാൻ പോയിട്ട് വേഗം വരാ. അതിനിപ്പോ നമ്മൾ തറവാട്ടിൽ എത്തിക്കണ്. ഉമ്മ ഇവിടെ ഇട്ടൊക്കെ ഒറ്റക്ക് നിൽക്കുക കേട്ടോ. സംഭവം ആള് പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് എന്തുമ്മാ? ബൾബ് കത്തിക്കോട്ടെ, വാതില് കൂട്ടണ്ടേ? അപ്പൊ ഉമ്മമാക്ക് ആരെ വിളിച്ചാലും വെക്കൂല. ഇനി അപ്പുറത്തെ ചേച്ചിൻ്റെ അടുത്ത് പോയിങ്ങാണ്ട് ആരൊക്കെ നമ്പർ എങ്ങനെയൊക്കെ തപ്പി ലാസ്റ്റ് ഇന്ത്യക്കാണ് കോളന്നെ. ആർക്കും അടിച്ചാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയപ്പോ ഞാൻ പിന്നെ മോട്ടറിന് വിളിച്ചപ്പോ മോട്ടറൊന്നും ഇവിടെ സ്ഥലത്തില്ല. അപ്പൊ ഉമ്മമ്മ ഒറ്റക്കാണ്. ഇവിടെ ആണെങ്കിൽ ആകെ പേടിയാട്ടോ, ഫുള്ള് കാടാണ്, കണ്ടാൽ തന്നെ അറിയും. ഉമ്മമാക്ക് പേടിയാണ്. ഉമ്മമാക്ക് അവിടെ നിന്നാ മതി പീപ്പിൾസില്, ഉമ്മ നിൽക്കൂല. വലിയ പേരയും കൂടിയൊക്കെ ആയപ്പോ ഇങ്ങോട്ട് മണ്ടി പോരുകയാണ്. കേക്കണ്ട ബാബാ, നിങ്ങക്ക് പീപ്പിൾസിൽ നിന്നാ മതി അറിയാം, നിൽക്കൂലെന്ന്. ഏതാ ലൈറ്ററിന്? അത് മതില്ലേ? അത് മതി, അത് ഓഫാക്കാം. ഇനി വാല് പൂട്ടിയാ പോരെ? അമ്മായിന്റെ പൂച്ചാളൊക്കെ പ്രത്യേകം നോക്കാൻ പറഞ്ഞിരിക്കണേ. തീറ്റയൊക്കെ അവിടെ ഇട്ടെടുത്തിട്ടോ. താക്കോല് നിങ്ങൾ അവിടെ ഇടോ വെക്കണെടുക്കണേ ഇല്ലേ? അപ്പൊ ഞാൻ വാതില് പൂട്ടി ഇറങ്ങട്ടെ. അപ്പൊ ചെരുപ്പൊക്കെ അപ്പുറത്താണ് അറിയണ്ട്. ഞാൻ അപ്പുറത്ത് വെളിച്ചല്ലോ, ഇവിടെ ഒന്നും ഇരിക്കണ്ട. കണ്ണൊക്കെ രാത്രി തെളുങ്ങണാക്കണം. കിട്ടിയോ? വെളിച്ചുണ്ട് ഉള്ളിലാലേ. എന്നാ പെരിയില് അകത്തിരുന്ന ചെരുപ്പ് ഇടാ, അത് ഇടാ. വാലൊക്കെ പൂട്ടി പോന്നല്ലേ. ഇട്ടായ ചീവിടിന്റെ സൗണ്ട് കേൾക്കാറ് മൊത്തം. ഇവിടെ നിക്കാൻ പേടില്ലേ നിങ്ങക്ക്? സത്യം പറഞ്ഞോളി. എന്നിട്ട് അമ്മായിനെ വിളിച്ചല്ലോ. നിങ്ങളെ അമ്മായിക്ക് പഠിച്ചിക്കണോ? സീനും ഇല്ല, മോണ്ടനും ഇല്ല. സീനു പന്തളിച്ചാനേ, വൈകുന്നേരമായി പന്തളിച്ചാൻ പോവില്ലേ? ഞാൻ കുട്ടികളെ ബാഗൊക്കെ എടുത്തിക്കണം, മദ്രസ ഒക്കെ സ്കൂൾ വിട്ട് പിന്നെയും പോയിക്കണം അങ്ങട്ടേ. ഞാൻ അങ്ങോട്ട് ആക്കി തരാം പീപ്പിൾസ്. ഇല്ലേ, ഞാൻ പിന്നെ കുട്ടികൾ മൂന്നാലോടെ മമാനെ ഏതായാലും ഇവിടെ ആക്കിക്കണ്. എന്താ അവിടെ ചേറിക്കണ്? എന്തിന്? വലിയ സ്കൂളും മദ്രസും കഴിഞ്ഞാ അങ്ങോട്ട് വരികയാണ് ഇപ്പൊ. ഇമ്മേതായാലും ഇന്റെ പോലെ പറഞ്ഞേക്ക 20 ഉറുപ്പിനെ നോട്ട് കൊടുത്താട്ടോ. അത് കീറിയതാരണോ അങ്ങോട്ടിനെ കൊടുത്തു. ജില്ല എന്താണ് തല കുത്തനക്കണ്?
അപ്പൊ അവിടെ നിസ്കരിച്ചാണ്. അവിടെ കാൽസ്യത്തിന്റെ മരുന്നുണ്ടോ? അമ്മ ഒന്ന് കുടിച്ചിട്ടുണ്ടാണോ? അപ്പൊ ഏതായാലും ഉമ്മമാനോടാക്കി ഞാൻ പെരി പോട്ടെ. കുട്ടീനെ കുഞ്ഞുമാരെടുത്താക്കി കൊടുക്കണം. അവിടെ ഉമ്മല്ല. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.